ചേർന്ന് സ്തോത്രഗീതം ആലപിച്ച് നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. എഴുന്നേറ്റ് നിൽക്കാം. ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 56 വരെയാണ് സ്തോത്രഗീതം എന്ന് നമുക്കറിയാം. നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് ആ വചനഭാഗം നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. 46 മുതൽ 56 വരെയുള്ള ദൈവവചനം, മറിയത്തിൻ്റെ സ്തോത്രഗീതം ഒരുമിച്ച് നിങ്ങൾക്കറിയാവുന്നവർക്ക് എൻ്റെ കൂടെ ഒരുമിച്ച് ചൊല്ലാം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസ്മരിച്ചു തന്നെ മറിയം അവളോട് കൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങിയും. പ്രൈസ് ദി ലോർഡ്. നിൽക്കാം, 5 മിനിറ്റ് നിൽക്കാം, എന്നിട്ട് ഇരിക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയാനും വചനം നമുക്ക് ജീവദായകവും രക്ഷാകരവും സൗഖ്യദായകവുമായി മാറാൻ വേണ്ടി നമുക്ക് പ്രത്യേകം ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കും. നമ്മൾ മാത്രമല്ല, നമ്മുടെ ഈ വചന കൂടാരത്തിൽ കൗൺസിലിംഗ് നടത്തുന്നവരുണ്ട്. കുറച്ച് പേര് കുമ്പസാരിക്കാൻ പോയിട്ടുണ്ട്, കുറച്ച് പേര് എത്തിപ്പെടുന്നേ ഉള്ളൂ. അങ്ങനെ കുറേ പേര് യാത്രയിലൊക്കെയാണ്. എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ഇന്ന് കർത്താവ് നമ്മുടെ മേൽ വർഷിക്കും. കർത്താവിൻ്റെ വാഗ്ദാനം അതാണ്. ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 24-ാമത്തെ വചനം, നമ്മോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനായതുകൊണ്ട് നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നമ്മൾ സ്ഥിരതയുള്ളവരായിരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. നമുക്ക് സൗഖ്യവും വിടുതലും രക്ഷയൊക്കെ കർത്താവ് തരും. അതിനെപ്പറ്റി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഇന്ന് വചനം കേൾക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ധാരാളം ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്തിൻ്റെ മേലും നമ്മുടെ നിയോഗങ്ങളുടെ മേലും നമ്മുടെ മേലും ദൈവം വർഷിക്കാൻ ആഗ്രഹിച്ച് കരങ്ങൾ ഉയർത്തി അടുത്ത് നിൽക്കുന്ന ഒരു 10 പേർക്ക് കേൾക്കാവുന്ന അത്ര ഉച്ചത്തിൽ എല്ലാവരും ചേർന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഈ ദൈവജനത്തിന് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട വട്ടാലിച്ചോട് ചേർന്ന്, സോജിയച്ചോട് ചേർന്ന്, ഈ ധ്യാന കേന്ദ്രത്തിന് ഡയറക്ടറായിരിക്കുന്ന അച്ഛനോട് ചേർന്ന്, ജോയിൻറ്റ് ഡയറക്ടർ അച്ഛനോട് ചേർന്ന്, കർത്താവ് അൾത്താരയിൽ ഇതുവരെ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ എല്ലാ സഹശുശ്രൂഷകരുടെയും കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വളരെ സങ്കടത്തോടും വേദനയോടും ഒരുപാട് പ്രത്യാശയോടും കൂടെ ഈ ആലയത്തിൽ വന്ന് ഇന്നത്തെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളുടെ മേലും ധാരാളം ദൈവാനുഗ്രഹങ്ങൾ നിറയട്ടെ, ധാരാളം കൃപകൾ നിറയട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഭാരം, ദുഃഖം, നിരാശ, സങ്കടങ്ങളെല്ലാം വിട്ടുമാറി പരിശുദ്ധാത്മാവിൽ ജ്വലിക്കുന്ന ഹൃദയത്തോടെ ഇന്ന് ഭവനങ്ങളിലേക്ക് മടങ്ങാൻ ഓരോരുത്തരുടെ മേലും ദൈവശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓരോരുത്തരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ ശക്തമായ സാന്നിധ്യം ഇറങ്ങട്ടെ. വചനം കേൾക്കുമ്പോൾ അത് 100 മേനി ഫലം പുറപ്പെടുവിക്കേണ്ട വരട്ടെ. കേൾക്കുന്ന വചനം ഇവർക്ക് സൗഖ്യമായി തീരട്ടെ. കേൾക്കുന്ന വചനം ഇവർക്ക് രക്ഷാകരമായി തീരട്ടെ. കേൾക്കുന്ന വചനം ഇവരുടെ മേലുള്ള എല്ലാ പൈശാചിക ബന്ധനങ്ങളെയും തകർക്കുന്നതായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അല്പടെ ഉച്ചത്തിൽ സ്തുതിക്കാമോ? അല്പടേയും വാ തുറന്ന് പ്രാർത്ഥിക്കാമോ? എല്ലാവരും സ്തുതിച്ച് കാഴ്ചക്കാരായിട്ട് നിൽക്കരുത്, ഉച്ചത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല 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 ഹല. സകല കെട്ടുകളും അഴിയട്ടെ, സകല ബന്ധനങ്ങളും അഴിയട്ടെ, സകല അന്ധകാരങ്ങളും നീങ്ങിപ്പോട്ടെ, തിന്മയുടെ ആധിപത്യങ്ങൾ നീങ്ങിപ്പോട്ടെ, എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ, അടിമത്തങ്ങൾ തകരട്ടെ, കെട്ടുകൾ അഴിയട്ടെ.
ഓ കർത്താവെ, റോമ 16:20 സമാധാനത്തിന് ദൈവം ഉടൻ തന്നെ പിശാചിനെ കാൽക്കിലാക്കി തകർത്ത് കളയട്ടെ. മലാക്കി 4:3 ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം ദുഷ്ടന്മാരെ നിങ്ങൾ ചവിട്ടി മെതിക്കും, അവർ നിങ്ങളുടെ കാൽച്ചോട്ടിൽ ചാരം പോലെയാവും. ലേവ്യർ 26:13 നിവർന്ന് നടക്കേണ്ടതിന് നാം നുഖത്തിൻ്റെ കെട്ടുകളെ ഞാൻ പൊട്ടിക്കുന്നു. ലൂക്ക 10:19 ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തിയുടെയും മേൽ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങൾ ഉപദ്രവിക്കില്ല. മത്തായി 8:16 കർത്താവെ, അത്ഭുതകരമായി ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ, അത്ഭുതകരമായി ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്ന യേശുവേ, ഈശോയുടെ നാമത്തിൽ കൃപ നിറയട്ടെ, ഈശോയുടെ നാമത്തിൽ അഭിഷേകം നിറയട്ടെ. യേശു ആരാധന, ആരാധന. കരങ്ങൾ കൂപ്പി പരിശുദ്ധ അമ്മയോടും എല്ലാ വിശുദ്ധരോടും എല്ലാ മാലാഖമാരോടും ചേർന്ന് മരിയൻ ഫ്രൈഡേ ഇന്ന് പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ധാരാളം അനുഗ്രഹം നമ്മുടെ മേൽ ദൈവം ചൊരിയാൻ ആഗ്രഹിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തിയും, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻപരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ഈശോമിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. വലതുകരം ഉയർത്തി നല്ല ഉറക്ക പറയാമോ? ഹല്ലേലൂയ. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ഒരു ഹല്ലേലൂയ പറയാം. ഈ ധ്യാന കേന്ദ്രം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ഒരു ഹല്ലേലൂയ പറയാം. ഇവിടെയുള്ള എല്ലാ ശുശ്രൂഷകരും അഭിഷേകം പ്രാപിക്കാൻ ഒരു ഹല്ലേലൂയ പറയാം. നമ്മുടെ ഇടതും വലതും നിൽക്കുന്ന വ്യക്തികളുടെ നിയോഗത്തിൻ്റെ മേൽ ദൈവശക്തി വ്യാപരിക്കാൻ ഒരു ഹല്ലേലൂയ പറയാമോ? നമ്മുടെ മുൻപിലും പിൻപിലുമായിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഒരു ഹല്ലേലൂയ പറയാം. ഇന്ന് ഈ ആലയത്തിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ടിരുന്ന എല്ലാവരും അത്ഭുത ദൈവ അനുഗ്രഹം കൊണ്ട് നിറയാൻ ഒരു ഹല്ലേലൂയ പറയാം. ഇരിക്കാം. വളരെ നന്നായിട്ടുണ്ട്. നിങ്ങൾ നല്ല സ്വരത്തിൽ ഹല്ലേലൂയ പറയാനും പ്രാർത്ഥിക്കാനൊക്കെ നല്ല ഒരു ഉത്സാഹമുണ്ട്. ദൈവത്തിന് സ്തുതിയും. ഇനി ഇങ്ങോട്ട് നോക്കിയും, ക്ലാസ് തുടങ്ങുമ്പോൾ ഉറക്കം വരുന്ന സ്വഭാവം നിങ്ങൾക്ക് കാണുമായിരിക്കും, ഇല്ലേ? ഓക്കെ. ഞാൻ നിങ്ങളിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്, നിങ്ങൾ എന്നിൽ നിന്നും ഒരുപാട് ദൂരെയാണ്. പക്ഷേ നിങ്ങളുടെ സമീപത്ത് ആരുണ്ട്? എന്തോ? ദൈവമുണ്ട്. അതുകൊണ്ട് ദൈവം നിങ്ങളെ കാണുന്നുണ്ട് എന്ന വിചാരത്തോടെ നല്ല ശ്രദ്ധയോടെ വചനം കേൾക്കണം. പ്രത്യേകിച്ച് ഏറ്റവും പുറകിൽ ഒക്കെ ഇരിക്കുന്ന ആളുകൾക്ക് സാധിക്കുമെങ്കിൽ മുമ്പിലേക്കൊക്കെ വന്ന് ഇരിക്കുന്നത് വളരെ ഗുണകരമാണ്. അത് കൂടുതൽ അനുഗ്രഹത്തിന് കാരണമായി തീരും. ഉറക്കെ പറ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്കൊരു ഷെയ്ക്കാൻ കൊടുത്തിട്ട് കർത്താവ് നിന്നെ അനുഗ്രഹിക്കും എന്ന് ആശംസിച്ചേരെ. ഭർത്താവല്ല, കർത്താവ്. അപ്പം നമ്മളിങ്ങോട്ട് നോക്കിയും, നിങ്ങളങ്ങനെ ആശംസിക്കുമ്പോൾ നമ്മുടെ ഈ മുഖമൊക്കെ ഒന്ന് സന്തോഷമായിട്ടിരിക്കണം, വേണ്ടേ? എൻ്റെ നാട്ടിൽ പറയുന്ന വാക്ക് വെട്ടുപോത്തിൻ്റെ മുഖം എന്നാണ് പറയണത്. അതായത് ഈ രൗദ്രഭാവത്തിൽ രൂക്ഷഭാവത്തിലൊക്കെ നോക്കിയാൽ അവർക്ക് ഉള്ള അനുഗ്രഹം പോകും. അപ്പോൾ അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കണം. ചിരിക്കുന്നത് ഒരുപാട് പേർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരും. അപ്പോൾ അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കി നന്നായിട്ടൊന്ന് പുഞ്ചിരിച്ച് സ്നേഹത്തോടെ ഈശോ നിന്നെ അനുഗ്രഹിക്കും എന്നൊന്ന് പറഞ്ഞേ. ചിരിക്കാൻ മറക്കല്ല ചേട്ടാ. ഓക്കെ. ഇനി ഇങ്ങോട്ട് നോക്കിയിരുന്നോളൂ. ഇത് ലൈവാണോ ബ്രദറെ ജോസഫ്? ലൈവാണോ? ഓക്കെ. ലൈവാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. ഇപ്പോൾ എല്ലാം റെക്കോർഡ് ചെയ്യുന്ന കാലമാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ചിന്തിക്കുന്നത് സുഖപ്പെടുത്തുന്ന കർത്താവിനെ കുറിച്ചാണ്. ആരെക്കുറിച്ചാണ്? സുഖപ്പെടുത്തുന്ന കർത്താവ്. അപ്പം നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം നമുക്ക് ആവശ്യമുള്ള സൗഖ്യം കർത്താവ് നമുക്ക് തരും. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? അപ്പോൾ ഇത് ഓൺലൈനിൽ കേൾക്കുന്നവരും അവരും വിശ്വസിക്കുന്നുണ്ടാവും, ഇല്ലേ? വിശ്വാസമുണ്ട്. നോക്കൂ, ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് ദൈവം സൗഖ്യം നൽകുന്നവനാണ്. ദൈവം സൗഖ്യം നൽകുന്നവനാണ്. മനുഷ്യന് 3 തലങ്ങളുണ്ട്. ഏതൊക്കെയെന്ന് പറയാമോ? ഉത്തരം പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഉറക്കം കുറഞ്ഞിരിക്കും. ഓൺലൈനിലുള്ളവരും ഓൺലൈനായിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കുക. ഏതൊക്കെയായിരിക്കും 3 തലങ്ങൾ? ശരീരം, മനസ്സ്, ആത്മാവ്. ഈ 3 തലങ്ങളുടെ ചേർന്ന് നമ്മൾ വിളിക്കുന്ന പേരാണ് മനുഷ്യൻ. ഈ 3 തലങ്ങളിലും നമുക്ക് സൗഖ്യം ആവശ്യമുണ്ട്.
കുറച്ച് നേരം വചനം പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് സൗഖ്യം കർത്താവ് തരും. നോക്കും, ശരീരമുണ്ട്, മനസ്സുണ്ട്, ആത്മാവുണ്ട്. ഇത് മൂന്നും നിങ്ങൾക്കുണ്ടോ? ഇല്ലേ? ഉണ്ട്. മൂന്ന് നിങ്ങൾക്കുണ്ട്. ഈ 3 തലങ്ങളിലും നമുക്ക് രോഗം ഉണ്ടാവും. 3 തലങ്ങളിലും രോഗം വരും. നമുക്ക് ശരീരത്തിൽ വരുന്ന രോഗത്തിന് വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ സിക്നസ് അഥവാ ശാരീരിക രോഗം എന്ന് പറയുന്നത്, അല്ലേ? മനസ്സിൽ രോഗം ഉണ്ടാവും. മനസ്സിൻ്റെ രോഗം എന്താ? മനസ്സിൻ്റെ രോഗമാണ് മാനസിക രോഗം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. മാനസിക രോഗം ഒരു രോഗം തന്നെയാണ്. ഇപ്പം നമ്മുടെ ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഡിപ്രഷൻ കൂടി വരുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ? എൻ്റെ അമ്മോ, ഒരുപാട് ഡിപ്രഷൻ്റെ കാലമാണ്. കാരണവന്മാർക്ക്, പിള്ളേർക്ക്, യൂത്തിന് ഒരുപാട് ഡിപ്രഷൻ മനസ്സിൻ്റെ തലത്തിൽ. അതുപോലെ തന്നെ മനസ്സിൽ കിടക്കുന്ന മറ്റൊരു രോഗമാണ് ദുഃഖം, നിരാശ, സങ്കടം, വെറുപ്പ്, വേദന, മറക്കാൻ പറ്റാത്ത നൊമ്പരങ്ങൾ. ഇതൊക്കെ നമ്മുടെ മനസ്സിലില്ലേ? ഇല്ലേ? ഒരുപാടുണ്ട്. ഒരുപാട് മനസ്സിൽ വേദന അതിനാണ് മനസ്സിൻ്റെ രോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആത്മാവിന് രോഗം ഉണ്ടാവും. എന്തായിരിക്കും ആത്മാവിൻ്റെ രോഗം? പറയാമോ? എന്താ ആത്മാവിൻ്റെ രോഗം? നിങ്ങൾക്ക് ആത്മാവുണ്ടോ? ഉണ്ട്. മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് എങ്ങോട്ട് പോകും? സ്വർഗത്തിലേക്ക് പോകും. ശരീരവും മനസ്സും ഇല്ലാതായിത്തീരും. പിന്നീട് യേശു 2ാമത് വരുമ്പോൾ ശരീരം ഫോം ചെയ്യപ്പെടും. ആത്മാവിൻ്റെ രോഗം എന്താണെന്ന് പറയാമോ? പാപം. ആത്മാവിൻ്റെ രോഗം എന്താണ്? പാപം. നിങ്ങളിൽ പാപമുണ്ടോ? ഉണ്ടെങ്കിൽ അതേ ഉള്ളൂ നമുക്ക്, അല്ലേ? ഓക്കെ, ധാരാളം പാപം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാനും ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 തലങ്ങളിൽ ഈശോ നമുക്ക് നൽകുന്ന രക്ഷ, അതിന് ഒറ്റവാക്കിൽ പറഞ്ഞാൽ സമഗ്ര വിമോചനം എന്നാണ്, അഥവാ എല്ലാ തലങ്ങളിലുമുള്ള സൗഖ്യമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനെ ദൈവം ലോകത്തിലേക്ക് അയച്ചത് ഈ 3 തലങ്ങളിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള വിധത്തിൽ സൗഖ്യം തരാനാണ്. ഇത് വിശ്വസിക്കുന്നവർ ഒരു ഹല്ലേലൂയ പറയാം. ഇത് വിശ്വസിക്കാത്തവർ ഹല്ലേലൂയ പറയാം. അതാണ് പുറകെ പോയിരുന്നുള്ള കുഴപ്പം. ആവശ്യമുള്ളതിന് ഇല്ലാത്തതിനെല്ലാം ഹല്ലേലൂയ പറയും. ശ്രദ്ധിച്ചിരിക്കണം. ഇന്ന് നോക്കിയും നമ്മുടെ ശരീരം ഇവിടെ ആണെങ്കിലും മനസ്സ് ചിലപ്പോൾ എവിടെയായിരിക്കും? അമേരിക്കയിലായിരിക്കും. ചില ശരീരം ഇവിടെ ആണെങ്കിലും വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കാം, ശരീരം മാത്രം ഇവിടെ ഇരുന്നാൽ പോരാ, മനസ്സും ഇവിടെ ഉണ്ടാകണം. എന്നാലാണ് പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ പതിയത്തുള്ളൂ. ശ്രദ്ധിച്ചിരിക്കണം, കണ്ണ് തുറന്നിരിക്കണം, എൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കണം, വചനമെല്ലാം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ എനിക്ക് ശരീരമുണ്ട്, മനസ്സുണ്ട്, ആത്മാവുണ്ട്. ഈ 3 തലങ്ങളിലും ഈശോയ്ക്ക് എന്നെ സുഖപ്പെടുത്താൻ കഴിയും. മനസ്സിലാകുന്നുണ്ടോ? സുഖപ്പെടുത്താൻ കഴിയും. അത് തക്ക സമയത്ത് വേണ്ട വിധത്തിൽ വേണ്ടവർക്ക് ദൈവം നൽകുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് എല്ലാവർക്കും പിന്നെ എന്തുകൊണ്ടാണ് സൗഖ്യം കിട്ടാത്തതെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. പല കാരണങ്ങളുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലും എല്ലാ രോഗികളെയും യേശു സുഖപ്പെടുത്തിയോ? ഉത്തരം പറപ്പെടുത്തിയോ? ഇല്ല. യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ എല്ലാവർക്കും മനഃശാന്തി കർത്താവ് കൊടുത്തോ? അങ്ങനെയൊന്നുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിന് പറ്റും എന്നുള്ള കാര്യം അടിസ്ഥാനപരമായി നമ്മുടെ ഉള്ളിൽ വിശ്വസിക്കണം. ജെറമ്യ 32:27. നിങ്ങളതിൽ ബൈബിളുണ്ടോ? ഇല്ല. നോട്ട്ബുക്കൊക്കെ ഉണ്ടെങ്കിൽ എഴുതിയെടുത്തോ. ജെറമ്യ 32:27. നിങ്ങൾക്ക് ആ വചനം അറിയാമോ? എന്താ പറഞ്ഞു? ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടെ, ഞാൻ സകല മർത്യരുടെയും എനിക്ക് അസാധ്യമായി. ജെറമ്യ പ്രവാചകൻ 32:27 പഴയ നിയമത്തിൽ. അതിൻ്റെ ഉത്തരം പുതിയ നിയമത്തിലാണ്. എവിടെ കിടക്കണമെന്ന് പറയാമോ? ലൂക്ക 1:37. ലൂക്ക 1:37. എന്താ വചനം? ദൈവത്തിനൊന്നും അസാധ്യമല്ല. നിങ്ങളുടെ വലതുകൈ ഉയർത്തിപ്പിടിച്ച് ഉറക്കിയൊന്ന് പറഞ്ഞ്, ദൈവത്തിനൊന്നും. ഉറക്കെ പറ, ദൈവത്തിനൊന്നും. അപ്പോൾ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരുടെ മേൽ ദൈവത്തിനെല്ലാം സാധ്യമാണെന്നർത്ഥം. മനസ്സിലാകുന്നുണ്ടോ? ഏത് ജാതിയിൽ, ഏത് മതത്തിൽ, ഏത് വർഗത്തിൽ, ഏത് വർണ്ണത്തിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെ മേലും അധികാരിയും വിധികർത്താവും
ദൈവമാണ്, അവിടത്തേക്ക് അസാധ്യമായി ഒന്നുമില്ല എന്ന് നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ നോക്കിക്കേ, അങ്ങനെയാണെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ മേൽ അധികാരി ആരാണ്? ദൈവമാണ്. എൻ്റെ മനസ്സിൻ്റെ മേൽ അധികാരി ആരാണ്? ദൈവമാണ്. എൻ്റെ ആത്മാവിൻ്റെ മേൽ അധികാരി ആരാണ്? ദൈവമാണ്. അതുകൊണ്ടാണ് പിശാച് ജോബിനെ പറ്റി ദൈവത്തോട് പറയുമ്പോൾ, ദൈവത്തോട് വാദിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുവാദത്തോടെയാണ്, ദൈവം അനുവദിച്ചിട്ടാണ് ജോബിൻ്റെ മേൽ കൈവയ്ക്കാൻ പിശാചിന് സാധിച്ചത്. ശരിയാണോ? അവൻ്റെ ജീവനെ നീ തൊട്ടുപോകരുത്. അവൻ്റെ വസ്തുവകകളിൽ, അവൻ്റെ ശരീരത്തിൻ്റെ മേൽ, അവൻ്റെ മക്കളുടെ മേൽ, അവൻ്റെ മറ്റു സമസ്ത വസ്തുക്കളുടെ മേലും ദൈവം അധികാരം കൊടുത്തു. എന്നാൽ ആത്മാവിനെ കൈവയ്ക്കാൻ ദൈവം അനുവദിച്ചില്ല. എന്ന് വെച്ചാൽ ദൈവം അനുവദിക്കാതെ ഭൂമിയിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഹല്ലേലൂയാ, ഉറക്കെ പറ ഹല്ലേലൂയാ. അപ്പം നമ്മുടെ ഉള്ളിൽ അത് കിടക്കണം, അവിടെ കിടക്കണം. എന്നാലാണ് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുകയുള്ളൂ. അപ്പം ദൈവം അനുവദിക്കാതെ, ദൈവം തരാതെ, ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കില്ല. അത് ഒരാളെ കൊല്ലുന്ന കാര്യമാണെങ്കിൽ പോലും ദൈവം അനുവദിച്ചില്ലെങ്കിൽ ആ വ്യക്തിക്ക് മരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാത്തിൻ്റെ അധികാരിയും വിധികർത്താവും ദൈവമാണ്. ദൈവമാണ് എല്ലാം ചെയ്യുന്നത്. ഇത് നമ്മുടെ ഉള്ളിൽ കിടക്കണം. അപ്പം എന്തിനാണ് ഇത് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് എൻ്റെ ശരീരത്തിൻ്റെ മേൽ അധികാരമുണ്ട്, എൻ്റെ മനസ്സിൻ്റെ മേൽ അധികാരമുണ്ട്, എൻ്റെ ആത്മാവിൻ്റെ മേൽ അധികാരമുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം സൃഷ്ടാവായ ദൈവത്തിന് ഈ മേഖലയിലെല്ലാം സൗഖ്യം തരാൻ കഴിയും എന്ന് നമ്മുടെ ഉള്ളിൽ വിശ്വസിക്കണം. ഒന്നാമത്തെ കാര്യം വിശ്വസിക്കണം. പിന്നെ എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ അത് ദൈവത്തിന് എന്തെങ്കിലും പരിമിതി ഉള്ളതുകൊണ്ടല്ല, മറിച്ച് നമുക്ക് ചിലപ്പോൾ ആ സൗഖ്യം ആ സമയത്ത് അനിവാര്യമായിരിക്കില്ല. അല്ലെങ്കിൽ ആ വേദന വഴി അനേകർക്ക് നിത്യജീവൻ്റെ വഴി തുറക്കപ്പെടാൻ ഒരു സഹനമായി ദൈവം നമുക്ക് അനുവദിക്കുന്നത് കൊണ്ട് ദൈവം അത് എടുത്തു മാറ്റാത്തതാണ്. ഇതാണ് സത്യം. ഇത് നിങ്ങൾ അംഗീകരിക്കുമോ? കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത് നമ്മൾ ഈ എല്ലാം കിട്ടണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇത് അംഗീകരിക്കാൻ അത്ര എളുപ്പമല്ല. സത്യത്തിൽ ഇതാണ്. ഉദാഹരണം പറയാം. ഇങ്ങോട്ട് നോക്കൂ. എൻ്റെ ഈ ചെവി കേൾക്കത്തില്ല. ഞാനിപ്പോൾ 35 വർഷമായി ധ്യാനിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ഒരു 10-20 വർഷം മുമ്പ് വരെ ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ എൻ്റെ ഈ ചെവി തുറന്നു തരണമേ, കേൾവിശക്തി തരണമേ. ഞാൻ 35 വർഷമായി ധ്യാനിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10-20 വർഷം വരെ ഞാനിത് അപ്പോൾ എത്ര 10-15 വർഷം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ ചെവി ഒട്ടും കേൾക്കില്ല എന്ന് വെച്ചാൽ വലിയ ശബ്ദം കേൾക്കും, കഥന പൊട്ടിച്ചാൽ കേൾക്കും. ഫോൺ, നമ്മുടെ ഫോണില്ലേ, ലാൻഡ് ഫോൺ, മൊബൈൽ ഫോൺ, ഒന്നും ഇന്ന് വരെ ഞാൻ ഈ ചെവിയിൽ ഉപയോഗിച്ചിട്ടില്ല, കേൾക്കത്തില്ല. ഒറ്റ ചെവിയിലാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വന്നാൽ ഞാൻ വളരെ ന്യൂട്രൽ ഇങ്ങനെ തിരിഞ്ഞ് ഈ ചെവി കൊണ്ട് വയ്ക്കും. കാരണം ഈ ചെവി പറഞ്ഞാൽ കേൾക്കത്തില്ല. വലിയ ശബ്ദം, കഥന പൊട്ടിച്ചാലൊക്കെ കേൾക്കും. ഉറക്കെ പറഞ്ഞാൽ നമുക്കിങ്ങനെ ചെവി ഒത്തി പിടിച്ചാൽ തിരിയത്തില്ല, ഒരു ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ. എത്രയോ 10-15 വർഷം ഞാൻ പ്രാർത്ഥിച്ചു. ഇന്ന് വരെ എനിക്ക് സൗഖ്യം കിട്ടിയിട്ടില്ല. ഞാൻ ധ്യാനിപ്പിക്കുന്ന ആളല്ലേ, സൗഖ്യം കിട്ടേണ്ടതല്ലേ? അല്ലേ? അപ്പോൾ ദൈവത്തിന് ശക്തി കുറഞ്ഞു പോയോ? അല്ല. പിന്നെ എന്തിനാണ് ഇതെന്നോട് ഈശോയ്ക്ക് പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, അത് നന്നാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതോടുകൂടി ഞാൻ ആ പരിപാടി നിർത്തി. അപ്പോൾ ഞാൻ പിന്നെ എന്തിനാ ഇതോടെ വെച്ചോണ്ടിരിക്കണത്? അപ്പോൾ ഈശോ പറഞ്ഞു, അതൊരു സഹനമായി നിനക്ക് ഞാൻ തന്നതാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ ചെവിക്ക് വേദനയുള്ളവരും ചെവി കേൾക്കാത്തവർക്കും പെട്ടെന്ന് സൗഖ്യം ഉണ്ടാവും. ഹല്ലേലൂയ. അതൊരു സത്യമാണ്. ഒരുപാട് പേരുടെ ചെവി തുറക്കാനും ചെവി കേൾക്കാനും ചെവിയിൽ നിന്ന് പഴുപ്പൊക്കെ വരത്തില്ലേ, അങ്ങനെ ഒരുപാട് രോഗങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഈ സുഖപ്പെടുത്തിയിട്ടുണ്ട്. നോക്കൂ, അപ്പോൾ ആ പ്രാർത്ഥനയുടെ ഫലദായകത്തിന് വേണ്ടി ഈ സഹനം എൻ്റെ ജീവിതത്തിൽ കർത്താവ് അനുവദിച്ചിരിക്കുകയാണ്. ഇത് വിശ്വസിക്കുന്നവർ ഒരു ഹല്ലേലൂയ പറയാം. മനസ്സിലായോ? അല്ലാണ്ട് ഈ ചെവി തുറക്കാൻ ദൈവത്തിന് ബുദ്ധിമുട്ടായിട്ടൊന്നുമല്ല. മനസ്സിലാകുന്നുണ്ട്? ഈ ചെവി തുറക്കാൻ ദൈവത്തിനൊരു മരിച്ച ലാസറിനെ ഇങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കർത്താവിന് ഈ വലത് ചെവി തുറക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ സഹോദരങ്ങളെ? ദൈവത്തിനൊന്നും അസാധ്യമല്ല. പിന്നെ എന്തുകൊണ്ട്? അതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ കിട്ടണം എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളൊരു കാര്യം ഓർക്കണം. ചില കാര്യങ്ങൾ നമ്മുടെ അപ്പൻ നമുക്ക് തരുന്നില്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ ശക്തി കുറഞ്ഞു പോയത് കൊണ്ടല്ല,
ദൈവത്തിന് എന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത് കൊണ്ടല്ല, എനിക്ക് അതപ്പോൾ ചിലപ്പോൾ അനിവാര്യമായിരിക്കില്ല, അല്ലെങ്കിൽ അതൊരു സഹനമായി ദൈവം എനിക്ക് തന്നിരിക്കുന്നതാണ്. അതിലൂടെ ഒരുപാട് നന്മകൾ ഈ ഭൂമിയിൽ ദൈവം ചെയ്യുന്നുണ്ട് എന്ന് വിശ്വാസികളെ നമ്മൾ ക്രിസ്തുവിൽ പ്രത്യാശയോടെ അതിനെ കാണണം. മനസ്സിലാകുന്നുണ്ടോ? ഉറക്കെ പറ ഹല്ലേലൂയാ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് കർത്താവ് സുഖപ്പെടുത്തുന്നവനാണ് എന്ന വിഷയം ചിന്തിക്കുമ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഇത്ര വർഷമായി പ്രാർത്ഥിച്ചിട്ട് എനിക്കിത് മാറാത്തത്, എൻ്റെ ഈ ദുഃഖം മാറാത്തത്, എൻ്റെ ഈ രോഗം മാറാത്തത്, എൻ്റെ ഈ വേദന മാറാത്തത് എന്ന് ചിന്തിക്കരുത്. ദൈവത്തിനത് മാറ്റാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, ഇത്രയും കാര്യം നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കട്ടെ. നമുക്ക് ശരീരത്തിൻ്റെ തലം എടുത്ത് പ്രാർത്ഥിക്കാം. ശരീരത്തിൽ ഒരുപാട് രോഗങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട്, അല്ലേ? ഒരുപാട് രോഗങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും രോഗിയാണ്. ഈ പ്രസംഗിക്കുന്ന ഞാനും രോഗിയാണ്. എനിക്ക് 2 രോഗമുള്ളത്. ഒന്ന് കൊളസ്ട്രോള്, മറ്റൊന്ന് ഷുഗർ. 2 ഗുളിക കഴിക്കുന്ന ഷുഗർ രോഗിയാണ് ഞാൻ. കൊളസ്ട്രോളിനും 1 ഗുളിക കഴിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു 3 വർഷമായി തുടങ്ങിയിട്ട് അതുവരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ രോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ശുശ്രൂഷ ചെയ്യണമെന്നുള്ള ദൈവഹിതമാണ്. അതുപോലെ കഠിനമായ രോഗം ഇന്ന് വർദ്ധിച്ചു വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ രോഗാവസ്ഥയിൽ നമ്മൾ മനം മടുക്കരുത്. ജെറമ്യ പ്രവചനം 30-ാം അധ്യായം 17-ാമത്തെ വാക്യം. ജെറമ്യ 30:17 അതിങ്ങനെയാണ്: ഞാൻ അവർക്ക് വീണ്ടും ആരോഗ്യം നൽകും, അവരുടെ മുറിവുകൾ ഞാൻ വച്ചു കെട്ടും. അതാണ് കർത്താവിൻ്റെ വചനം. നോക്കിയേ, പുറപ്പാട് 15:26 വചനം പഠിപ്പിക്കുകയാണ്: ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. വലതുകരം ഉയർത്തി ആ വചനം ഒന്ന് ഏറ്റു പറഞ്ഞേ. അയ്യോ, ഉറങ്ങി തൂങ്ങിയിരിക്കരുത്, ഉറക്കെ പറ. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അപ്പോൾ ഈ കർത്താവിൽ നമുക്ക് തരാനുള്ള സൗഖ്യത്തിൻ്റെ ഒരു ശക്തിയുണ്ട്. മനസ്സിലായോ? സൗഖ്യത്തിൻ്റെ ഒരു ശക്തിയുണ്ട്. അത് നമ്മൾ അപ്പോൾ യേശു ക്രിസ്തുവിൽ, ദൈവത്തിൽ നമ്മളെ സുഖപ്പെടുത്താനുള്ള പവർ ഉണ്ട്. അതുകൊണ്ടാണ് ലൂക്കാ സുവിശേഷം 5-ാം അധ്യായം 17-ന്റെ ബി എന്ന് വെച്ചാൽ ലാസ്റ്റ് സെൻറ്റൻസ്. ലൂക്കാ സുവിശേഷം 5:17 അവസാന ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്: രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിൻ്റെ ശക്തി അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. ഒന്ന് പറഞ്ഞേ. ഈ ഹോളിൻ്റെ മധ്യഭാഗത്തിൻ്റെ പുറകോട്ടുള്ളവരെല്ലാം കൂടെ ചേർന്ന് ഒന്ന് പറഞ്ഞേ. അവർ ശ്രദ്ധിക്കണില്ല. അതായത് ഈ ഹോളിൻ്റെ പകുതി, ആ പകുതിയുടെ പുറയിലേക്കുള്ള സ്ത്രീ പുരുഷന്മാരെല്ലാം കൂടെ ചേർന്ന് ഈ വചനം ഒന്ന് പറഞ്ഞേ. പറയുന്നുണ്ട്, അവർ ഇത്രയും ദൂരം വരണ്ടേ, അതുകൊണ്ടായിരിക്കും അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. എല്ലാവരും കൂടെ വലതുകരം ഉയർത്തി ഉച്ചത്തിൽ ഒന്നോടെ പറഞ്ഞേ: രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിൻ്റെ ശക്തി അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. ഇത് വിശ്വസിക്കണം, അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. കുമ്പസാരിക്കാൻ ഇപ്പോൾ സൗകര്യമുണ്ട്. കുറച്ച് പേർക്ക് കുമ്പസാരിക്കാൻ ആവശ്യമുള്ളവർക്ക് എഴുന്നേറ്റ് പോകാവുന്നതാണ്. സ്ഥലമൊക്കെ നിങ്ങൾക്കറിയാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കുമ്പസാരിക്കാൻ താല്പര്യമുള്ളവർക്ക് വലതുകരം ഉയർത്തി ഉച്ചത്തിൽ 2 ഹല്ലേലൂയ പറയാം. ഒന്നോടെയും പറയാം. അടുത്തിരിക്കുന്ന ആൾക്ക് ക്ഷയിക്കാൻ കൊടുത്തിട്ട് കർത്താവ് നിന്നെ സുഖപ്പെടുത്തും എന്ന് പറയാം. ഉറക്കെ പറ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സൗഖ്യം കിട്ടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ലൂക്കാ സുവിശേഷം 6-ാം അധ്യായം 19-ാമത്തെ വാക്യം നമുക്ക് സുപരിചിതമാണ്. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവരെ സുഖപ്പെടുത്തി. ഒന്ന് പറഞ്ഞേ. അവരെ സുഖപ്പെടുത്തി. വചനം ഇങ്ങനെ ആവർത്തിച്ച് പറയണം കേട്ടോ, വെറുതെ കേട്ടുകൊണ്ടിരുന്നൊരു കാര്യമില്ല. വചനം ആവർത്തിച്ച് പറയണം. വചനമാണ് നമുക്ക് സൗഖ്യം നൽകുന്നത്. അതായത് ലൂക്കാ 5:17 നമ്മളിങ്ങനെ വായിച്ചു: രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിൻ്റെ ശക്തി അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. അപ്പോൾ രോഗശാന്തി വരം, അത്ഭുത സിദ്ധി ദൈവത്തിൻ്റെ മേൽ, യേശുക്രിസ്തുവിൻ്റെ മേൽ ഉണ്ടായിരുന്നു. ലൂക്കാ 6:19 പറയാണ്: ഈ അവൻ്റെ മേലുണ്ടായിരുന്ന രോഗസൗഖ്യത്തിൻ്റെ ശക്തി
പുറപ്പെട്ട് രോഗികളെ സുഖപ്പെടുത്തി. മർക്കോസ് 1 അതിൻ്റെ 40-41 വാക്യങ്ങൾ. മർക്കോസ് 1:40-41 വാക്യങ്ങൾ. കണ്ണടച്ചിരിക്കുന്നവർ കണ്ണു തുറന്ന് പിടിച്ചേ. നിങ്ങളുടെ ഇടതും വലതും ആരെങ്കിലും കണ്ണടച്ചിരിപ്പുണ്ട് നോക്കിക്കേ. ഇവിടെ നോക്കി ഒരു വെളിച്ചവും കാണത്തില്ല. കണ്ണടച്ചിരിപ്പുണ്ടെങ്കിൽ തോണ്ടണം. ചിലർക്ക് ജന്മനാ ഉറക്കാണ്, ധ്യാനത്തിന് വരും എന്നും പറഞ്ഞിരിക്കും. എന്നിട്ട് പിറ്റേ ആഴ്ച വീണ്ടും വരും. അങ്ങനെ ഇരിക്കരുത്. നന്നായിട്ട് കണ്ടു തുറന്ന് പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേട്ട് വിശ്വാസത്തോടെ കേട്ട് നന്നായിട്ടിരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മർക്കോസ് 1:40-41 വചനങ്ങൾ. എന്താ അത്? ഒരു കുഷ്ഠരോഗി വന്ന് വിശ്വാസത്തോടെ വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, എന്നിട്ട് പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധരാക്കാൻ കഴിയും. അപ്പം രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിൻ്റെ ശക്തി അവൻ്റെ മേലില്ലായിരുന്നോ? ഉണ്ട്. യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഈ കുഷ്ഠരോഗി പറയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധരാക്കാൻ കഴിയും. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? നിന്റെ മേൽ അതിനുള്ള ശക്തി ഉണ്ട് എന്ന് ഈ കുഷ്ഠരോഗി വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുകയല്ലേ? അല്ലേ? കഴിയും. ഉണ്ടോ? കഴിയും. നിനക്ക് മനസ്സുണ്ടെങ്കിൽ അതിനുള്ള പവർ നിനക്കുണ്ട്. നിനക്ക് മനസ്സില്ലെങ്കിൽ നടക്കത്തില്ല. കാരണം ദൈവം വിചാരിക്കുന്നത് മാത്രമേ നടക്കൂ. ദൈവം വിചാരിക്കുന്നത് മാത്രമേ നടക്കൂ. അതാ കുഷ്ഠരോഗി പറഞ്ഞത്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധരാക്കാൻ പറ്റും. കാരണം ജെറമ്യ 30:17 ഈ കുഷ്ഠരോഗിക്ക് അറിയാം. സുഖപ്പെടുത്തുന്ന ഒരു ശക്തി കർത്താവിലുണ്ടെന്ന് കുഷ്ഠരോഗിക്ക് അറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. പുറപ്പാട് 15:26 ഈ കുഷ്ഠരോഗിക്ക് അറിയാം. പഴയ നിയമത്തിൽ അദ്ദേഹത്തിന് അറിവുണ്ട്, സുഖപ്പെടുത്താൻ ദൈവത്തിന് പറ്റും എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ്റെ ആ ഏറ്റുപറച്ചിൽ കർത്താവിന് വളരെ ഇഷ്ടപ്പെട്ടു. ഈശോ എന്ത് ചെയ്തു? അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരു ഹല്ലേലൂയ പറ. കർത്താവ് ചെയ്ത കാര്യമല്ലേ? കേൾക്കുമ്പോൾ നമ്മൾ ആവേശത്തോടെ പറയണം. കുഷ്ഠരോഗിയെ തൊട്ടുകൊണ്ട് യേശു എന്താ പറഞ്ഞത്? എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ഉറക്കെ പറ, നിനക്ക്. തൽക്ഷണം അവൻ്റെ കുഷ്ഠം മാറി. കണ്ടോ? ലൂക്ക 6:19 എന്താ വചനം? അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവരെ സുഖപ്പെടുത്തി. അപ്പോൾ യേശു തൊട്ടും. രക്തസ്രാവക്കാരി വന്നിട്ട് വർഷങ്ങളോളം 12 വർഷത്തോളം രക്തസ്രാവം കൊണ്ട് മടുത്ത സ്ത്രീ വന്ന് യേശു ആ ജനക്കൂട്ടത്തിൻ്റെ മധ്യത്തിലൂടെ പോകുമ്പോൾ അവൾ എന്താ മനസ്സിൽ പറഞ്ഞത്? ഓർമ്മയുണ്ടോ? അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ടാൽ മതി, എനിക്ക് സൗഖ്യം കിട്ടും എന്നവൾ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചുകൊണ്ട് അവൾ പോയി യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടു. ഉടനെ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ലൂക്ക 6:19 അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഉണ്ടോ? വചനം കേൾക്കുമ്പോൾ ഈ ശക്തി പുറപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ. അത് അനേകർക്ക് എന്തായി തീരും? സൗഖ്യമായി തീരും, വിടുതലായി തീരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ആ സ്ത്രീ പോയി തൊട്ടു. അവനിൽ നിന്ന് ശക്തി നിർഗമിച്ചു. ആ സ്ത്രീയുടെ ശരീരത്തിൽ രക്തസ്രാവം നിലച്ചു. ഉടനെ യേശു തിരിഞ്ഞു നിന്നിട്ട് ഒരു ഡയലോഗ്, ആരാ എന്നെ തൊട്ടേന്ന്? ആരാ എന്നെ തൊട്ടേന്ന്? എന്നിൽ നിന്ന് ശക്തി നിർഗമിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഉടനെ പത്രോസ് പറഞ്ഞു, എല്ലാവരും നിന്നെ ഇങ്ങനെ തിക്കി തിരക്കുകയല്ലേ, പിന്നെ ആരെങ്കിലും പ്രത്യേകിച്ച് തൊട്ടു എന്ന് പറയേണ്ട ആവശ്യമുണ്ട്? ഇവിടെ നോക്കിയേ, ഈ വെള്ളിയാഴ്ചകളിൽ ശുശ്രൂഷയ്ക്ക് വരുന്ന ഒരുപാട് പേരുണ്ട്. അതിനകത്ത് ഈ രക്തസ്രാവക്കാരി സ്ത്രീയുടെ മനോഭാവത്തിലും വിശ്വാസത്തിലും വരുന്ന എത്ര പേരുണ്ടാവും? വലിയൊരു ജനക്കൂട്ടമല്ലേ കർത്താവിൻ്റെ കൂടെ ഉള്ളത്, അല്ലേ? വലിയൊരു ജനക്കൂട്ടം. അവരൊക്കെ യേശുവിനെ തൊടുന്നില്ലേ? തിക്കുന്നില്ലേ? യേശുവിന് വസ്ത്രം അവരുടെ ദേഹത്ത് സ്പർശിക്കുന്നില്ലേ? ഇല്ലേ സഹോദരങ്ങളെ? എന്നിട്ട് എന്താ ശക്തി പുറപ്പെടാതിരുന്നത്? ഹല്ലേലൂയ. മനോഭാവത്തിലെ വ്യത്യാസം. എന്തിന് വ്യത്യാസമാണ്? കുഷ്ഠരോഗിയുടെ മനോഭാവം എന്തായിരുന്നു? നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധരാക്കാൻ പറ്റും, അതിനുള്ള കപ്പാസിറ്റി നിനക്കുണ്ട്. രക്തസ്രാവക്കാരിയുടെ മനോഭാവം എന്തായിരുന്നു? അയ്യോ, നിങ്ങൾ ഇവിടെ ആണോ ശ്രദ്ധിക്കണത്?
ഇത് ലൈവ് ആയതുകൊണ്ടും കോൾലെസ് ഇല്ലാത്തതുകൊണ്ടും എനിക്ക് അങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റണില്ല. പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, 2 പേരുടെ മനോഭാവം സൗഖ്യത്തിന് എത്ര ഗുണകരമാണെന്ന് ചിന്തിച്ച് നോക്കിയേ. കുഷ്ഠരോഗി പറയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഉണ്ടോ എന്ന് വെച്ചാൽ നിനക്കതിലുള്ള കഴിവുണ്ട്, നീ മനസ്സാകണം. രക്തസ്രാവക്കാരി പറയാണ്, മനസ്സ് ചിന്തിക്കുകയാണ്, തൊട്ട മതി, സൗഖ്യമുണ്ട്. പ്രൈസ് ദ ലോർഡ്. അപ്പം അതുകൊണ്ട് അർത്ഥം എന്താ? ധ്യാന കേന്ദ്രത്തിൽ വന്നു, വൺ ഡേ ധ്യാനത്തിൽ വന്നിരുന്നു, കേട്ടു എന്നതുകൊണ്ടൊന്നും നമുക്ക് അനുഗ്രഹം പ്രാപിക്കാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. മറിച്ച് ഇതിനകത്ത് കിടക്കുന്ന മനോഭാവം, വിശ്വാസത്തിൻ്റെ ചിന്ത, വാഗ്ദാനങ്ങളിലുള്ള ബോധ്യം, വിശ്വാസം, ഇത് നമുക്ക് സൗഖ്യത്തിന് വളരെ അനിവാര്യമാണ്. ഉറക്കെ പറ ഹല്ലേലൂയ. 2 വ്യക്തികളിൽ നിന്ന് ആ മനോഭാവം നിങ്ങളൊന്ന് ഉൾക്കൊണ്ടേ. കുഷ്ഠരോഗം പിടിച്ച മർക്കോസ് 1:40-41 ആ കുഷ്ഠരോഗിയുടെ മനോഭാവം, രക്തസ്രാവക്കാരി സ്ത്രീയുടെ മനോഭാവം, ഇത് രണ്ടും മനസ്സിലൊന്ന് വെച്ച് എന്നിട്ട് നിങ്ങൾക്ക് ഇതുണ്ടോ എന്നൊന്ന് ചിന്തിച്ചേ. എന്നാൽ ഇന്ന് ഒരത്ഭുതം കർത്താവ് ചെയ്യും. ഹല്ലേലൂയ. ഉറക്കെ പറ ഹല്ലേലൂയ. 2 പേർക്കും ഓൺ ദ സ്പോട്ടിൽ ശരീരത്തിൽ ഹീലിംഗ് ഉണ്ടായി, ശരീരത്തിൽ സൗഖ്യമുണ്ടായി. എൻ്റെ സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ 1 മാസം മുൻപ് നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ ഞാനിങ്ങനെ ക്ലാസ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ കാപ്പിക്ക് വിട്ടതാണ്. ഒരു ചേച്ചി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഫ്രാൻസ് ബ്രദറെ, എൻ്റെ കൈ ഇങ്ങനെ പൊങ്ങുന്നില്ല, 4 വർഷമായിട്ട് കൈ ഉയർത്താൻ പറ്റണില്ല, ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണം. ഓക്കെ, നമ്മൾ പ്രാർത്ഥിക്കാനുള്ള ആൾക്കാരാണ്, ഈശോ ആണ് സുഖപ്പെടുത്തുന്നത്. ഞാൻ ആ ചേച്ചിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു പ്രചോദനം തന്നു. കൈ ഒന്ന് ഉയർത്താൻ പറഞ്ഞു. അല്പം ഉയർത്തി ഇങ്ങനെ നിൽക്കുള്ളൂ കയ്യും. എൻ്റെ സഹോദരങ്ങൾ അങ്ങനെ സമയമെടുത്ത് പ്രാർത്ഥിച്ച് ആ കൈ ഇതുപോലെ ഉയരാൻ പറ്റുന്ന വിധത്തിൽ കർത്താവ് അത്ഭുതകരമായി 4 വർഷമായിട്ട് ഒരു വീഴ്ചയിലോ മറ്റെന്തോ പറ്റി കൈ ഇങ്ങനെ ഉയർത്താൻ പറ്റാതെ പോയതാണ്. 4 വർഷമായി. അത് പരിപൂർണമായിട്ടും കർത്താവ് ആ സമയത്ത് ആ വഴിയിൽ നിന്നുകൊണ്ട് അങ്ങ് സൗഖ്യം കൊടുത്തു. പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറ ഹല്ലേലൂയ. എന്നിട്ട് വൈകുന്നേരം കണ്ടപ്പോൾ, 1 മാസമൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ, വൈകുന്നേരം കണ്ടപ്പോൾ ആ ചേച്ചി പറയണേ, ഈ കൈ ഇങ്ങനെ ഇതുണ്ട്, ഇതുപോലെ വെക്കാൻ പറ്റുമായിരുന്നില്ല, തിരിഞ്ഞു വരത്തില്ല. വൈകുന്നേരം ഉയർത്തി, അത് ശരിയാണ്. വൈകുന്നേരം എല്ലാം കണ്ടപ്പോൾ ആ ചേച്ചി പറയണേ, ബ്രദറെ, എൻ്റെ കൈ ഇങ്ങനെ ഈസി ആയിട്ട് പുറത്തേക്ക് ഇങ്ങനെ തിരിച്ച് വെക്കാൻ പറ്റുന്ന വിധത്തിൽ കർത്താവ് സുഖപ്പെടുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഉറക്കെ പറ ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന് പറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിച്ചിട്ടും എന്തെങ്കിലും ഒന്ന് കിട്ടിയില്ലെങ്കിൽ അത് കർത്താവിൻ്റെ കുറവല്ല, അതൊരു സഹനമായി ദൈവം അനുവദിച്ചതാണ്. ഇത് മറക്കാതിരിക്കണം കേട്ടോ. ഈ വാക്ക് അതുപോലെ മനസ്സിൽ സൂക്ഷിക്കണം. അപ്പോൾ അതിനെപ്രതി നിങ്ങൾ ദൈവത്തിന് നന്ദി പറയണം. ഇപ്പം ഞാനെന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ചെവി കേൾക്കാതിരിക്കുന്നതിനെ പ്രതി കർത്താവെ അങ്ങേക്ക് നന്ദി. പ്രൈസ് ദ ലോർഡ്. എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറി വിഷമാണ്. ആണോ? എൻ്റെ സഹോദരങ്ങളെ, കഴിഞ്ഞ കാലങ്ങളിൽ ദാരിദ്ര്യം, രോഗം, ചില പുരുഷന്മാർ മദ്യപിച്ചു വന്ന് സ്ത്രീകളോട് കാണിച്ച ക്രൂരത, അല്ലേ? മക്കൾ വഴിതെറ്റിപ്പോയതിൻ്റെ വേദന, അതുപോലെ കൂടെക്കുണ്ടായ അനർത്ഥങ്ങൾ, കുടുംബത്തിലുണ്ടായ തകർച്ചകൾ, പാപങ്ങൾ ചെയ്തതിൻ്റെ മനോവേദനകൾ, കുറ്റബോധം, ഇങ്ങനെ നമ്മുടെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ മനസ്സിലല്ലേ വരുന്നത്? ആ മനസ്സിൽ വരുന്ന ഓർമ്മ കൈപ്പേറി വിഷമാണ്, കൈപ്പേറി വിഷമാണ്. അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മുഖം മ്ലാനമാകും. എന്തുമാത്രം ദുഃഖം ചില മുഖത്തുണ്ട്, എന്തുമാത്രം പ്രയാസം ചില മുഖത്തുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച വേദനിപ്പിക്കുന്ന ഓർമ്മകൾ, ദുഃഖങ്ങൾ, തകർച്ചകൾ, വേദനകൾ, സങ്കടങ്ങൾ എത്രമാത്രം വലുതാണ്. അതിനെക്കുറിച്ചുള്ള ഓർമ്മ കൈപ്പേറി വിഷം പോലെ എൻ്റെ മനസ്സിൽ തളം കെട്ടി കിടക്കുകയാണ്, എൻ്റെ മനസ്സിൽ. അപ്പോൾ വിലാപങ്ങൾ 3 നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം, 19 വാക്യം മുതൽ 23 വാക്യം വരെ. അപ്പം നമ്മുടെ ഉള്ള് ഇതുപോലെ കലങ്ങി മനസ്സ് തകർന്ന് വേദനിച്ച് കിടക്കുകയാണെന്ന് വിചാരിക്കുക. ഇത് പഴയ നിയമത്തിലൊരു വചനമാണ്. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോ എന്താ പറയണത്? മത്തായിയുടെ സുവിശേഷം 11 അധ്യായം 28-29 വാക്യങ്ങൾ എന്താ പറഞ്ഞത്? അധ്വാനിക്കുന്നവരും നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ആശ്വാസം കിട്ടേണ്ടത് മനസ്സിനാണ്. കാരണം മനസ്സ് സ്വസ്ഥമാണെങ്കിലേ നമുക്ക് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റുള്ളൂ. ശരിയാണോ? ആണോ?
മനസ്സ് കലങ്ങിക്കിടന്നാലോ ഒന്നിനും, നമ്മളതിന് പറയുന്ന പേരാണ് മൂടില്ല. രാത്രി ഭർത്താവുമായിട്ട് പൂരം ബഹളം ഉണ്ടാക്കിയാൽ, ശണ്ട കൂടിയാൽ, പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് സ്വോത്രം എന്ന് പറയാൻ എളുപ്പമാണോ? അല്ല, പകരം 2 തെറി മനസ്സിൽ വരും കെട്ടിയവനോട്. ഇതാണ് സ്ഥിതി. അപ്പോൾ അതുകൊണ്ട് എന്താ, മനസ്സ് ദാരിദ്ര്യം കൊണ്ടും കഷ്ടപ്പാട് കൊണ്ടും എന്ത് പ്രശ്നം ഉണ്ടായാലും കൂടെ നോക്കിയും, രോഗം വന്നാലും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എവിടെയാണ്? മനസ്സിനെയാണ്. പാപം ചെയ്താലും കുറ്റബോധം എവിടെയാണ് വരുന്നത്? മനസ്സിലാണ്. മറ്റുള്ളവർ നമ്മളെ ഇല്ലാത്ത കാര്യം പറഞ്ഞ് നമ്മളെ കുറ്റം പറഞ്ഞ് വിമർശിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് എവിടെയാണ്? മനസ്സിലാണ്, അല്ലേ? നമുക്ക് പെട്ടെന്ന് നമ്മുടെ കുടുംബത്തിൽ ഒരനർത്ഥം ഉണ്ടായി, മക്കൾ വഴിതെറ്റിപ്പോയി, നമ്മുടെ മനസ്സ് അങ്ങോട്ട് വല്ലാതെ വേദനിക്കാൻ തുടങ്ങും. അപ്പോൾ നോക്കിയേ, ശരിക്കും നമ്മുടെ മനസ്സ് എന്തുമാത്രം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയും. ഒരു സംഭവം നമുക്ക് ബൈബിളിൽ നിന്ന് എടുക്കാം. ലൂക്കാ സുവിശേഷം 7-ാം അധ്യായം 13-ാമത്തെ വാക്യം. ലൂക്കാ സുവിശേഷം 7-ാം അധ്യായം 13-ാമത്തെ വാക്യം. അവിടെ ഒരു സ്ത്രീ, മനസ്സ് കലങ്ങിയ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ ഇങ്ങനെ കരഞ്ഞ് പിഴിഞ്ഞ് റോട്ടിലൂടെ പോവാണ്. ആ സ്ത്രീയുടെ മുൻപിൽ ഒരു ശവമഞ്ചമുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം. ആ സ്ത്രീയുടെ മുൻപിൽ ഒരു ശവമഞ്ചമുണ്ട്. ആ സ്ത്രീ ഒരു വിധവയാണ്. ഭർത്താവ് മരിച്ചുപോയി. ഏകാശ്രയം, ഏക മകനാണ്, ഒരു മകൻ. ആ മകൻ യൗവനത്തിൽ മരിച്ചു. യുവാവായിരിക്കുമ്പോൾ അവൻ മരിച്ചു. ആ അമ്മയ്ക്ക് താങ്ങാവുന്ന ഒരു ചുമടായിരിക്കും അത്? അല്ല. ആ അമ്മ അനുഭവിച്ച വേദന നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഏക മകൻ മരിച്ചുപോയി. എൻ്റെ സഹോദരങ്ങളെ, ആ മകൻ്റെ ശവവും മഞ്ചും പേറി യുവാക്കന്മാർ മുമ്പിൽ കൂടെ പോകുന്നു. അമ്മ അതിന് പുറകിൽ കരഞ്ഞുകൊണ്ട് പോകുന്നു. മരണഭയം മാത്രമല്ല, മരിച്ചതിൻ്റെ ദുഃഖം, വേദന, ഇതെല്ലാം ആ അമ്മ സഹിച്ച് ഇങ്ങനെ മുമ്പിൽ കൂടെ പോവാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ സ്ത്രീയെ കണ്ടപ്പോൾ കർത്താവിൻ്റെ മനസ്സലിഞ്ഞു. അതാണ് ദുഃഖിക്കുന്നവരോടുള്ള ഈശോയുടെ മനോഭാവം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഒരു ഹല്ലേലൂയ പറ. ആരുടെ അടുത്ത് ചെല്ലണം? ഇനിയും കൂടെ നോക്കിയേ. ചേട്ടന്മാർക്ക് മനോദുഃഖം ഉണ്ടായാൽ അവർ ആശ്വാസത്തിന് വേണ്ടി ചെയ്യുന്ന പണി ചേട്ടത്തിമാർ പറ. അവർക്ക് പേടിക്കൊന്നും വേണ്ട. ചേട്ടൻ അങ്ങേ അറ്റത്താ, ആരാന്ന് കാണത്തില്ല, ധൈര്യമായിട്ട് പറഞ്ഞു. എന്തു ചെയ്യും? മദ്യപാനം. ചേട്ടന്മാർ കേട്ടോ? എന്നിട്ട് ചേട്ടന്മാർ പറയുന്ന ഡയലോഗ് എന്താ? ബ്രദറെ, ടെൻഷൻ മൂത്തത് കൊണ്ടാണ് 2 പെഗ് അടി. മനസ്സിന് ദുഃഖം മാറ്റാൻ, ടെൻഷൻ മാറ്റാൻ ദുഃഖം. ഇനി ചേട്ടത്തിമാർക്ക് മനോദുഃഖം കൂടിയാൽ എന്തു ചെയ്യും? അവർ മേന്ന് പറഞ്ഞ് വാവിട്ട് കരയും, കുറേ പ്രാകും, കുറേ കുറ്റം പറയും, അങ്ങനെ. അല്ലെങ്കിൽ സീരിയൽ കണ്ട്, സിനിമ കണ്ട് അങ്ങനെയൊക്കെ പോവില്ലേ? ഓക്കെ, സാരമില്ല. എൻ്റെ സഹോദരങ്ങളെ, ഇതിനൊന്നിനും നമ്മളെ ആശ്വസിപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സിൻ്റെ ഭാരം മാറ്റാൻ ലോകത്തിൽ ഒരേ ഒരാളേ ഉള്ളൂ. ആരാണോ മനസ്സിനെ സൃഷ്ടിച്ച് രൂപം നൽകിയത്, മനസ്സിനെ ഫോം ചെയ്തത്, അവൻ മാത്രം. ഒരു ഹല്ലേലൂയ പറ. വിശ്വസിക്കുന്നുണ്ടോ? ഓക്കെ. ഇനി ഇവിടെ നോക്കിയേ. ഈ സ്ത്രീ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പോവുകയാണ്. ഇതൊരു സംഭവമാണ് കേട്ടോ, കഥയല്ല. ആ സ്ത്രീയുടെ മകൻ മരിച്ചു. ശവമഞ്ചം മുമ്പിൽ കൂടെ പോകുന്നു. ഈശോ ആ വഴി പോവാണ്. അപ്പോൾ ആ സ്ത്രീയുടെ വേദന നമ്മുടെ കർത്താവ് കണ്ടു. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരെയും വേദന ഇന്ന് കർത്താവ് കണ്ടിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ദാരിദ്ര്യം കൊണ്ടുണ്ടായ വേദന ആയിരിക്കാം, രോഗം കൊണ്ടുണ്ടായ വേദന ആയിരിക്കാം, മക്കൾ വഴിതെറ്റിപ്പോയതിൻ്റെ വേദന ആയിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിലെ കടബാധ്യതയുടെ വേദന ആയിരിക്കാം, പ്രാർത്ഥിച്ചിട്ടൊന്നും കിട്ടാത്തതിൻ്റെ വേദന ആയിരിക്കാം, അല്ലെങ്കിൽ പാപം ചെയ്തതിൻ്റെ കുറ്റബോധത്തിൻ്റെ വേദന ആയിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, ഈശോ നിങ്ങളെ കണ്ടു കഴിഞ്ഞു. എന്നിട്ട് ഈശോ ആ സ്ത്രീയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്. അതാണ് 13-ാമത്തെ വാക്ക്. കരയണ്ട. മകൻ മരിച്ച സ്ത്രീയോട് കരയണ്ട എന്ന് പറയാൻ എളുപ്പമാണ്, അല്ലേ? ഈ സ്ത്രീ എന്ത് വിചാരിച്ചാണ്? പിന്നെ അങ്ങനെ ഇപ്പോൾ ഇന്നലെ മരിച്ച തൊട്ടേ ആൾക്കാർ ആശ്വസിപ്പിക്കാൻ വന്നതാണ്. അവരെല്ലാം പറഞ്ഞത് സാരമില്ല, പോട്ടെ, കരയണ്ട എന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷേ കർത്താവിൻ്റെ ഈ വാക്കിന് ഒരു പവറുണ്ട്. യേശു കരയണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ യേശു ഒരു തീരുമാനം
എടുത്തിട്ടാണ് കരയേണ്ടത് പറഞ്ഞേ ഹല്ലേലൂയ. അതായത് സകലത്തിൻ്റെ മേൽ അധികാരിയും ജീവന്റെ ദാതാവും ജീവനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ളവരുമായ ദൈവമാണ് എന്നോട് കരയണ്ട എന്ന് പറഞ്ഞത് എന്ന് ആ സ്ത്രീ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അവള് സാധാരണ ഒരു മനുഷ്യൻ വന്ന് ആശ്വസിപ്പിക്കുന്നു എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുണ്ടാവുള്ളൂ. എന്നിട്ട് യേശു കരയണ്ട എന്ന് പറഞ്ഞിട്ട് നേരെ മുൻപോട്ട് മാറി ആ ശവമഞ്ചത്തെ തൊട്ടു. അത് വഹിച്ചവർ, അത് ചുമന്നുകൊണ്ട് പോയവർ നിന്നു. യേശു ആ ശവമഞ്ചത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. പ്രിയപ്പെട്ടവരെ, മരിച്ചവൻ എഴുന്നേറ്റ് ആ മഞ്ചയിൽ ഇരുന്നു. ഹല്ലേലൂയ. അവനെ അമ്മയുടെ കയ്യിലേക്ക് പിടിച്ചേൽപ്പിക്കുമ്പോൾ അമ്മ വാവിട്ട് കരയാണ്. അവൻ മരിച്ചു കിടന്നപ്പോൾ കരഞ്ഞ കരച്ചിലും ഇപ്പം കരയുന്ന കരച്ചിലും തമ്മിൽ വ്യത്യാസമുണ്ടോ? അതാണ്, കണ്ണുനീരോടെയാണ് അവർ വന്നത്. ഞാനവരെ ആശ്വസിപ്പിച്ച് തിരിച്ചയക്കും. കണ്ണുനീരോടെയാണ് അവർ വന്നത്. മനം തകർന്നാണ് അവർ വന്നത്. കറ്റ ചുമന്നുകൊണ്ട് വിലാപത്തോടെയാണ് അവർ വന്നത്. നെല്ല് വിത്ത് ചുമന്നുകൊണ്ട് കണ്ണുനീരോടും വിലാപത്തോടും അവർ വന്നു. കറ്റ ചുമന്നുകൊണ്ട് ആനന്ദത്തോടെ ഞാൻ അവരെ തിരിച്ചയക്കും. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറ. എഴുന്നേറ്റ് നിന്നോ. ഇന്നിത് സംഭവിക്കാൻ പോവാണ്. 2 മിനിറ്റ് പ്രാർത്ഥന തീരും കേട്ടോ. ചാടി എഴുന്നേറ്റും. ഞാൻ ഇപ്പോൾ നോക്കിയത് നന്നായി, അല്ലെങ്കിൽ ഇപ്പോൾ 2 മിനിറ്റ് വൈകിയേനെ. ചാടി എഴുന്നേറ്റ് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ നേരത്തെ പ്രാർത്ഥിച്ചപ്പോൾ ഇത്രയും രോഗികളെ സുഖപ്പെടുത്തിയ കർത്താവ് ഇപ്പോൾ തൻ്റെ ആത്മാവിൽ നമ്മുടെ മനസ്സിൽ ഒരു സൗഖ്യം തരാൻ ദൈവത്തിന് പറ്റും. വിശ്വസിക്കുന്നുണ്ടോ? ഇവിടെ നോക്ക്. ആ പാപം ചെയ്ത സ്ത്രീ സമരയക്കാരി, യോഹന്നാൻ 4 വായിച്ചുള്ള സമയം കിട്ടുമ്പോൾ, എൻ്റെ സഹോദരങ്ങളെ, ആ സ്ത്രീ ആ കിണറിൻ്റെ കരയിൽ എന്തുമാത്രം കുറ്റബോധവും നിരാശയും ആകുലതയും കൊണ്ടാണ് വന്ന് നിന്നത്. യേശു അവളെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നത് വന്ന പോലെയാണോ? ഉത്തരം പറ. ആണോ? അവൾ യേശുവിന് സാക്ഷ്യം വഹിച്ചാ വീട്ടിലേക്ക് പോണത് ഉണ്ടോ? അതേപോലെ ഇന്ന് നിങ്ങളുടെ മനസ്സിൽ കർത്താവ് ഒരു സൗഖ്യം തരും. ആത്മാവിൽ പാപത്തിൻ്റെ കറ കഴുകിക്കളഞ്ഞ് ഒരു സൗഖ്യം തരും. 2 കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് കണ്ടേ. കുരിശിൽ കിടന്ന് പടയ്ക്കുന്ന ഈശോ എന്ന് മനസ്സിൽ കണ്ടേ. കുരിശിൽ കിടന്ന് പടയ്ക്കുന്ന ഈശോ എന്ന് മനസ്സിൽ കണ്ടേ. അവിടത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. അവിടുന്ന് അപമാനം സഹിച്ചത്, വേദന സഹിച്ചത്, അവിടുന്ന് നൊമ്പരപ്പെട്ടത്, മറ്റുള്ളവരാ തിരസ്കരിക്കപ്പെട്ടത്, അപമാനത്തിനിരയായത് എൻ്റെ മനസ്സിൽ സൗഖ്യം തരാനാണ്, എനിക്ക് ആശ്വാസം തരാനാണ്, എന്നെ സുഖപ്പെടുത്താനാണ്. അതുകൊണ്ട് ദൈവമക്കളെ, ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഒന്നുപോലെ പ്രവർത്തിക്കാൻ കഴിവുള്ള സർവശക്തനായ നമ്മുടെ ദൈവം 2 കരങ്ങളും നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ചേർന്ന് ദുഃഖങ്ങളിൽ, വേദനകളിൽ, സങ്കടങ്ങളിൽ, നെടുവീർപ്പിൽ, കണ്ണീരിൽ കർത്താവിൻ്റെ കരം ദൈവം വയ്ക്കും. പ്രഭാഷകൻ 36:6 അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് കരബലം ദൈവം പ്രകടമാക്കും. ആശ്വസിപ്പിക്കുന്നവൻ അവിടുന്നാണ്. വിത്ത് ചുമന്നുകൊണ്ട് കണ്ണീരോടെ വന്ന് നിങ്ങൾ കറ്റ ചുമന്നുകൊണ്ട് ആനന്ദഘോഷത്തോടെ മടങ്ങിപ്പോകും. കരങ്ങൾ ഉയർത്തി അടുത്ത് നിൽക്കുന്ന ഒരു 10-50 പേർക്ക് കേൾക്കാവുന്ന സ്വരത്തിൽ വിശ്വാസത്തോടെ സ്തുതിച്ചേ. ഹല്ലേലൂയ. പോരാ, ശക്തിയോടെ സ്തുതിച്ചേ. കർത്താവായ ദൈവമേ, ഈ 1 മണിക്കൂർ പ്രാർത്ഥനയിലും വചനത്തിലും ഇവർക്ക് ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. ഇപ്പോൾ മനസ്സ് സൗഖ്യം നൽകണമേ. മനസ്സിന് നൊമ്പരങ്ങൾ മാറ്റണമേ. ദുഃഖവും നിരാശയും മാറട്ടെ. കണ്ണുനീര് മാറട്ടെ. വേദന മാറട്ടെ. വിത്ത് ചുമന്നുകൊണ്ട് കണ്ണുനീരോടാണ് ഇവർ വന്നത്. എന്നാൽ കറ്റ ചുമന്നുകൊണ്ട് സന്തോഷത്തോടെ മടങ്ങിപ്പോകാൻ ഇന്ന് ഈ ആലയത്തിൽ ഇവർ ദൈവത്തെ ദർശിക്കട്ടെ. ഈ ആലയത്തിൽ ദൈവ സാന്ത്വനം ഇവർക്ക് ലഭിക്കട്ടെ. പരിശുദ്ധാത്മ നിറവ് ലഭിക്കട്ടെ. അഭിഷേകം ഇവർക്ക് ലഭിക്കട്ടെ. കൃപ ഇവരുടെ മേൽ ചൊരിയണമേ. ഈശോയെ, കൃപ ഇവരുടെ മേൽ ചൊരിയണമേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്ന യേശുവേ. ഹല 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 ഹല. കർത്താവേ, സകല സങ്കടങ്ങളും, സകല ദുഃഖങ്ങളും, സകല നെടുവീർപ്പും മാറട്ടെ. പരിശുദ്ധാത്മശക്തി വ്യാപരിക്കട്ടെ. യേശു, ആരാധന ആരാധന ആരാധന. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് വിലാപങ്ങൾ 3:19 മുതൽ 23 വരെയുള്ള വചനങ്ങൾ ഹൃദയത്തിൽ ഓർക്കാം. ദൈവമേ, ഒരുപാട് ദുഃഖവും ഭാരവും എൻ്റെ മനസ്സിലുണ്ട്. അവിടുന്ന് എനിക്ക് ആശ്വാസം തരണമേ. അവിടുന്ന് എനിക്ക് സൗഖ്യം നൽകണമേ. അവിടുന്ന് എനിക്ക് സൗഖ്യം നൽകണമേ. അവിടുന്ന് എനിക്ക് ആശ്വാസം തരണമേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കുരിശിൽ കിടന്ന് പടയ്ക്കുന്ന നമ്മുടെ കർത്താവിനെ എല്ലാവരും മനസ്സിലൊത്ത് ധ്യാനിച്ചേ.
എല്ലാവരും മനസ്സിൽ ധ്യാനിക്കുക. കുരിശിൽ കിടന്ന് പിടയ്ക്കുന്ന കർത്താവ് എന്തുമാത്രം മനോവേദന ഈശോ അനുഭവിച്ചിട്ടുണ്ട്, എന്തുമാത്രം തിരസ്കരണങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, ഒറ്റപ്പെടുത്തലുകൾ നമ്മുടെ കർത്താവ് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടത്തേക്ക് നമ്മളെ സുഖപ്പെടുത്താൻ പറ്റും. ഈശോയെ എന്നെ ഒന്ന് സ്പർശിക്കണമേ, ഈശോയെ എന്നെ ഒന്ന് സ്പർശിക്കണമേ, എനിക്കൊരു ആശ്വാസം തരണമേ. എല്ലാവരും മനസ്സിൽ പ്രാർത്ഥിക്കുന്നു.